ഈ വള്ളംകളിക്ക് ഒട്ടേറെ പ്രത്യേകതയുണ്ട്. ഒന്ന് ചാലിയാറിലേതാണ്, 2 വലിയ നിലയിൽ ജനപങ്കാളിത്തമുണ്ട്, 3 സീതി ഹാജി സാഹിബിന്റെ പേരിലുള്ളതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഈ വള്ളംകളിക്ക് ടൂറിസം വകുപ്പ് ഫണ്ട് നൽകി സഹായിക്കും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ജലോത്സവം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് ഈ സീതി ഹാജി ജലോത്സവത്തിന് സർക്കാരിന്റെ 1 ലക്ഷം രൂപ ഫണ്ട് ഇതുമുതൽ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ആ സന്തോഷകരമായ കാര്യം നിങ്ങളോട് പറയാണ്. ഇതിന് സഹായകരമായ നിലപാടെടുത്ത പ്രിയപ്പെട്ട മന്ത്രി റിയാസ് അവറുകൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ പേരുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ ഒരുപാട് ജലോത്സവങ്ങൾ നടക്കാറുണ്ട്. അതൊക്കെ തെക്കൻ തിരുവിതാംകൂറിലേക്കാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടുകളൊക്കെ പോകുന്നത്. ഒരുപാട് ജലോത്സവങ്ങൾ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് തെക്കൻ തിരുവിതാംകൂറിലാണ്. അങ്ങ് വന്നതിന് ശേഷമാണ് ബേപ്പൂർ ഫെസ്റ്റും ബേപ്പൂർ ജലോത്സവമൊക്കെയുമായിട്ട് ഒരുപാട് ഗവൺമെന്റിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായത്. ഞങ്ങളൊക്കെ നമ്മുടെ ബഹുമാന്യനായ ബഷീർ MLA ആയാലും ഞങ്ങളൊക്കെ നിയമസഭയിൽ അതിശക്തമായി രാഷ്ട്രീയം പറയാറുണ്ട്, നിയമസഭയ്ക്ക് പുറത്തും പറയാറുണ്ട്. അത് ഇനിയും തുടരും, അതിലൊന്നും ഒരു സംശയമില്ല. ശക്തമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഞങ്ങൾ നടത്തും. അത് ചിലത് തമാശയിലും കൂടെ പറയും, തിരിച്ചങ്ങോട്ടും പറയും, ഒക്കെ ഉണ്ടാവും. എന്നാൽ നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അത് നന്മയുടെ, നീതിയുടെ രാഷ്ട്രീയമാണ്. അതിൽ ഞങ്ങൾ യോജിക്കാവുന്ന എല്ലാ നിലയിലും ഞങ്ങളെല്ലാവരും യോജിച്ച് മുന്നോട്ടു പോകും. നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, അതിൽ നമുക്ക് കൈകോർത്ത് എന്ത് ചെയ്യാനാകുമോ അതിൽ കൈകോർക്കാവുന്നതാണ്. അതിലൊരു തർക്കവുമില്ല. അതിലെല്ലാ നിലയിലും കൈകോർത്ത് മുന്നോട്ട് പോകാം.